റളിയല്ലാഹുവിനോട് തങ്ങൾ പറയുന്നത്, അല്പം പാല് കിട്ടിയാൽ തിരക്കേടില്ല, എവിടുന്നെങ്കിലും കിട്ടുമോ അല്പം പാല്? റളിയല്ലാഹുവിന്റെ ചുറ്റുഭാഗത്തേക്കും നോക്കിയിട്ട് പറഞ്ഞു, കുറെ അപ്പുറത്തൊരു ചെറിയ വീട് കാണുന്നുണ്ട്, നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. രണ്ടുപേരും ആ വീട്ടിലേക്ക് പോയി നോക്കി. അവിടെ ഒരു ഉമ്മയുണ്ട്, പ്രായമുള്ള ഉമ്മ. പാല് വല്ലതും കുടിക്കാനുണ്ടോ? ഉമ്മ പറഞ്ഞു, ഒട്ടകങ്ങളെയും ആടുകളെയും ഒക്കെ ഭർത്താവ് കൊണ്ടുപോയല്ലോ, അതിനെ നേച്ചിൽ സ്ഥലത്തേക്ക് കൊണ്ടുപോയി. കുറച്ചുകൂടി നേരത്തെ വന്നിരുന്നെങ്കിൽ പാല് കിട്ടുമായിരുന്നു. ഇപ്പൊ ഇവിടെ പാൽ ചുരത്തുന്ന ഒട്ടകങ്ങളും ആടുകളൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കൂട്ടില്ലതാ ഒരാടിനെ കാണുന്നുണ്ടല്ലോ. അപ്പൊ ഉമ്മ പറഞ്ഞു, ഉമ്മുമാബദ് ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ആ ആടോ, അത് ഇന്നോ നാളെ എന്ന് പറഞ്ഞ് എണ്ണി കിടക്കണം. ഒന്നുകിൽ ഇന്ന് തീരും, അല്ലെങ്കിൽ നാളെ. എഴുന്നേൽക്കാൻ കഴിയില്ല, നടക്കാൻ കഴിയില്ല. ആ കിടത്തം തന്നെ, ആ കിടത്തത്തിലാണ് വെള്ളം കോരി കൊടുക്കുന്നത്, ആ കിടത്തത്തിലാണ് മൂത്രമൊഴിക്കുന്നത്, ആ കിടത്തത്തിലാണ് വിസർജിക്കുന്നത്. എഴുന്നേൽക്കാൻ പോലും അതിന് കഴിയില്ല. പിന്നെ നിങ്ങൾ ആടിനെ ചോദിച്ചത് എന്താ? അത് ക്ഷീണിച്ച് കിടക്കാണ്, പറ്റാത്തതുകൊണ്ട് കൊണ്ടുപോകാതെ വിട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ചോദ്യം, അതിനെ കറന്നോട്ടെ. ഉമ്മു മഅബദ് ബിബി റളിയല്ലാഹു അൻഹ പറഞ്ഞു, പാല് കിട്ടുമെങ്കിൽ കറന്നോളൂ. തങ്ങൾ ആ ആടിന്റെ അടുത്ത് പോയി അതിന്റെ കതക്, കൂടിന്റെ കതക് തുറന്ന് ഒന്നിങ്ങനെ തൊട്ടുകഴിഞ്ഞപ്പോൾ കിടക്കുന്ന ആടതാ എഴുന്നേറ്റ് നിന്നുപോയി. وأطلقت أربا من ربقة اللمم مولاي فسلم دائما أبدا على حبيبك خير الخلق كلهم. എത്ര ക്ഷീണം ബാധിച്ച ആളുകൾക്കാണ്, രോഗികൾക്കാണ്, മൃഗങ്ങൾക്കാണ് അവിടുത്തെ കരസ്പർശം കൊണ്ട് തങ്ങളെ മോചനം നൽകിയത്, വലിയ സമാധാനവും ശാന്തിയും നൽകിയത്. എല്ല് പൊട്ടിയ സഹാബിമാരുടെ എല്ലൊക്കെ നിവർത്തി കൊടുത്തു. കണ്ണ് പുറത്തേക്ക് തുറിച്ചു വന്ന ഖത്താദ് റളിയല്ലാഹുവിന്റെ കണ്ണ് ശരിയാക്കി കൊടുത്തു. കണ്ണ് തുറക്കാൻ കഴിയാതെ ചെങ്കണ്ണ് രോഗിയായി ഒരു കണ്ണിങ്ങനെ പതുക്കെ ചിമ്മിയിട്ട് വന്നിരുന്ന അലി റളിയല്ലാഹുവിന്റെ കണ്ണ് ഒന്ന് തടവിക്കൊടുത്തു, ഉമിനീര് പുരട്ടിക്കൊടുത്തു. പിൽക്കാലത്ത് അലി റളിയല്ലാഹു പറയാറുണ്ട്, ഞാൻ ആഗ്രഹിച്ചിരുന്നു മറ്റേ കണ്ണിനും അതുപോലെ ഉണ്ടെങ്കിൽ എന്തൊരു സന്തോഷം എനിക്ക് കിട്ടിയിരുന്നു. ഒരു കണ്ണിനല്ലേ എനിക്ക് ആ സന്തോഷം കിട്ടിയത്, ആ കണ്ണിന്റെ തിളക്കം പോലെ, ഊർജം പോലെ മറ്റേ കണ്ണിനും ലഭിക്കുമായിരുന്നല്ലോ. അബ്ദുല്ലാഹി ഇബ്നു അതീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലല്ലേ ഒടിഞ്ഞു പോയത്. അബൂ റാഫി എന്ന യഹൂദിയെ വകവരുത്താൻ പോയപ്പോ കൊട്ടാരത്തിന്റെ മുകളിലെ കോണിപ്പടിയിൽ നിന്ന് താഴോട്ട് വീണുപോയി. താഴെ എത്തിയെന്ന് കരുതിയിട്ടൊന്ന് ചവിട്ടിയതാണ്, പക്ഷെ താഴെ എത്തിയിട്ടില്ല. കാലിൽ നീട്ട് കാലിന്റെ തണ്ടങ്കാലിന്റെ എല്ല് പൊട്ടിപ്പോയി. തൽക്കാലം കയ്യിലുള്ള ഒരു മുണ്ടുകൊണ്ട് കെട്ടി ഭദ്രമാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദ്റത്തിൽ വന്നു. അബൂ റാഫി അത്രയും വലിയ എതിരാളിയാണ്, ശത്രുവാണ്. സഹാബിമാരെ കണ്ടാൽ വധിക്കണമെന്ന് പ്രഖ്യാപിച്ചിരുന്ന ആളാണ്. അബൂ റാഫിനെ വകവരുത്തി എന്ന് പറഞ്ഞു. പക്ഷേ നബി എന്റെ കാലൊടിഞ്ഞു, കാലൊന്ന് മുന്നിലേക്ക് വെക്കാൻ പറഞ്ഞു. തങ്ങളൊന്നിങ്ങനെ തൊട്ട് ഒന്ന് തലോടിയപ്പോഴേക്ക് ആ കാലിന്റെ വേദന മുഴുവനും മാറിപ്പോയി. നല്ല സന്തോഷത്തോടെ നടന്നുപോയി. അങ്ങനെ ഒന്നും രണ്ടും പത്തുമല്ല, ധാരാളം നമുക്ക് കാണാൻ കഴിയും. ആ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നിങ്ങനെ തൊട്ട് കഴിഞ്ഞപ്പോ ഉമ്മു മഅബദ് ബീവി റളിയല്ലാഹു അൻഹ തുറിച്ചു നോക്കുന്നു. സുബ്ഹാനല്ലാഹ്, നടക്കാൻ കഴിയാത്ത, എഴുന്നേൽക്കാൻ കഴിയാത്ത ആടതാ സജീവമായി എഴുന്നേൽക്കുന്നു. ആട് എഴുന്നേറ്റ് നിൽക്കുന്നു. ഇപ്പൊ അതിനൊരു ക്ഷീണവുമില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഒരു പാത്രം വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. ആ പാത്രം വെള്ളം ആടിന്റെ അകിട്ടിലേക്ക് തങ്ങളങ്ങ് ഒഴിച്ചു. എന്നിട്ട് അകിടങ്ങ് കഴുകി വൃത്തിയാക്കിയപ്പോൾ എല്ലാ ഭാഗങ്ങളിലും പാലങ്ങ് നിറഞ്ഞു കവിഞ്ഞു വന്നു. ഉമ്മ നോക്കുന്നു, ഒരിറ്റ് പാലിൽ കറവ് മാറ്റിയിട്ട് എത്രയോ മാസങ്ങളായി. ഇപ്പോൾ അതാ പാല് നിറഞ്ഞ് തുടുത്ത് വന്നിരിക്കുന്നു. ഒരു പാത്രം കൊണ്ടുവരൂ സിദ്ദീഖ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു പാത്രം കൊണ്ടുപോയി കൊടുത്തു. തങ്ങളതിനെ കറന്നു, ആടിനെ കറന്നു. നാട്ടിലൊക്കെ പോയി വീട്ടിലൊക്കെ ആടുന്നെങ്കിൽ ഒന്ന് കറക്കൽ സുന്നത്താണ്. പശുവിനെ കറക്കലും ഒട്ടകത്തെ കറക്കലൊക്കെ സുന്നത്താണ്. അത് വല്യമാർക്കും പെണ്ണുങ്ങൾക്കും മാത്രമുള്ള ഒരു സുന്നത്തല്ല എന്നർത്ഥം. കാരണം കറന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ കറന്നു.
പാത്രം നിറയെ പാല് വന്നു. ആ പാല് ഉമ്മക്ക് കൊടുക്കാൻ പറഞ്ഞു തങ്ങള്. ആദ്യം തങ്ങളല്ല കുടിച്ചത്, ആ ഉമ്മക്ക് കൊടുക്കുന്നു. വീട്ടുകാർക്ക് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ കറക്കാൻ അനുവദിച്ചല്ലോ, അതിനൊരു നന്ദി, അതിനൊരു സ്നേഹം, അതിനൊരു സന്തോഷം ആദ്യം അവർക്ക്. രണ്ടാമത്തെ പാത്രം കൊണ്ടുവരാൻ പറഞ്ഞു. അതിലും കറന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങളും കുടിച്ചു. അങ്ങനെ ആ പാത്രം കൊടുത്തവര് നീങ്ങി. ഉച്ച സമയത്ത് ഭർത്താവ് ഒന്ന് ചോദിക്കുന്നു ഉമ്മു മഅബദ് ബീവിയോട്, ആരാണ് ഇവിടെ ആടിനെ കൊണ്ടുവന്ന് കെട്ടിയത്? ഇത് ആരുടെ ആടാണ്? അദ്ദേഹത്തിന് തിരിച്ചറിയുന്നില്ല. ഉമ്മ പറഞ്ഞു, നമ്മുടെ ആട് തന്നെ. കൂട്ടിലാടിനെ കാണുന്നുണ്ടോ എന്ന് നോക്കി. ഇല്ലല്ലോ, കൂട്ടിലാടില്ല, കൂട്ടിലെ ആടാണിത്. ഇതെങ്ങനെ എഴുന്നേറ്റു? ഇതിന്റെ അകട്ടിലൊക്കെ പാല് നിറയെ ഉണ്ടല്ലോ. അപ്പോഴാണ് ഉമ്മ ഈ ചരിത്രം പറയുന്നത്. ഉമ്മു മഅബദ് ബീവിയുടെ ഭർത്താവ് പറയുന്നു, എങ്കിൽ അത് അവസാനത്തെ റസൂലാണ്. അവസാനത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ പോകുന്ന വിഷയങ്ങളൊക്കെ തൗറാത്തിന്റെ വരികളിൽ ഞാൻ കേട്ടിട്ടുണ്ട്. ആ കൂടെ പോയത് അവിടുത്തെ സന്തത സഹചാരിയാണ്. അടയാളങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ഇങ്ങനെയാണ് തലമുടിയുള്ളത്, ഇങ്ങനെയാണ് മുഖഭാവമുള്ളത്, ഇങ്ങനെയാണ് കയ്യിന്റെ അവസ്ഥയുള്ളത്, ഇങ്ങനെ ഒത്ത ശരീരം. ഇതൊക്കെ പറഞ്ഞപ്പോ ഇനി സന്ദേഹിക്കേണ്ടതില്ല, അത് അവസാനത്തെ റസൂലാണ്. തങ്ങൾ ആ വീട്ടിലേക്കൊന്ന് പ്രവേശിച്ചത് ആ കുടുംബത്തിന്റെ ഇസ്ലാമിന്റെ സന്തോഷത്തിന് കാരണമായി. പക്ഷെ എന്റെ വിഷയം അവിടെയല്ല. ഈ ഒരാടിനെ തങ്ങളങ്ങ് തൊട്ട് ആ ആടിനെ കറന്നു. ആ ആട് ആ വീട്ടുകാരിൽ എത്ര വർഷം നിലനിന്നു, അതുകൂടി നമ്മൾ കേട്ട് പഠിക്കേണ്ടതുണ്ട്. കരസ്പർശത്തിന്റെ ബറക്കത്ത് മനസ്സിലാക്കാൻ അതൊരു സാധാരണ കൈയല്ല. തങ്ങൾ തൊട്ട ഭക്ഷണം, അവിടെ ഒന്ന് ബറക്കത്തിന് വേണ്ടി ഒന്ന് ഊതിക്കൊടുത്ത ഭക്ഷണം, ആയിരക്കണക്കിന് ആളുകൾ ഭക്ഷിച്ചിട്ടും ബാക്കി വന്ന ഭക്ഷണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കരസ്പർശം കൊണ്ട് വെള്ളം കിട്ടിയിട്ട് ലൗ കുന്നാ മിഅത അൽഫിൻ ലകഫാനാ, വെള്ളം ഉപയോഗിച്ച അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞങ്ങൾ 1,00,000 പേരുണ്ടെങ്കിലും ആ പാത്രത്തിൽ തങ്ങൾ കൈവച്ചിട്ട് നിർഗളിച്ച വെള്ളമില്ലേ, 1,00,000 പേരുണ്ടെങ്കിലും ഞങ്ങൾക്ക് മതിയാകുമായിരുന്നു. ഞങ്ങൾ 1400 പേരുണ്ടായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ആ വെള്ളം ഉപയോഗിക്കാനും കുടിക്കാനും കുളിക്കാനും പാത്രത്തിൽ നിറക്കാനും കിട്ടിയിട്ടുണ്ട്. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ടുരുമി ബറക്കത്ത് കിട്ടിയ ആള്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദീന കാലത്ത് ആടുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തും ആടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിലാണ് ഈ ആട് മരിക്കുന്നത്. സാധാരണ നമ്മുടെ നാട്ടിലെ കാടിന്റെ ആയുസ് 7 കൊല്ലാന്നാ പറയാറുള്ളത്. ഇത് 7ഉം 10ഉം അപ്പുറത്ത് കഴിഞ്ഞു പോയി. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കരസ്പർശം കൊണ്ട് കിട്ടിയ ബറക്കത്ത് അത് കുട്ടിക്കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രോഗികൾക്ക് ശമനം നൽകിയില്ലേ? ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ എന്നും പകൽ സമയമായാൽ രോഗികളായ ആളുകൾ വരും. ത്വായിഫിലേക്ക് വിവിധ ഗോത്രക്കാർ വരും. ഹലീമ ബീവി റളിയല്ലാഹു അൻഹ കുട്ടി ഒന്നിങ്ങനെ എടുത്ത് ഒന്നിങ്ങനെ കൊണ്ടുവരുമ്പോ അവരുടെ ശരീരത്തിൽ തങ്ങളൊന്നിങ്ങനെ തൊട്ടുകൊടുക്കും. രോഗം മാറി. മഹദി പറയുന്നു, ആളുകൾക്ക് മാത്രമല്ല മൃഗങ്ങൾക്കും അങ്ങനെ തന്നെയായിരുന്നു. ഈ ശാന്തിയും സമാധാനവും ഒക്കെ തുടങ്ങി കൊടുക്കുന്നത് കുട്ടിക്കാലത്ത്, ഒരു വയസ്സൊക്കാകുന്നതിന്റെ മുമ്പ് സയ്യിദുനാ റസൂലുള്ളാഹി 40-ന് ശേഷമല്ല, 25-ന് ശേഷമല്ല. അവിടുത്തെ ജീവിതത്തിന്റെ 1-ാം ദിനം മുതൽ 1-ാമത്തെ സെക്കൻഡ് മുതൽ പരിശുദ്ധമായ ആ 63 വർഷവും പരിശുദ്ധിയും വിശുദ്ധിയും നിറഞ്ഞ് കവിഞ്ഞതാണ്. അല്ലാഹു അതുകൊണ്ടല്ലേ ആ ജീവിതം സാക്ഷ്യപ്പെടുത്തി പറഞ്ഞത്. ഒരൊറ്റ നബിയുടെ ജീവിതവും അല്ലാഹു സത്യത്തിന് ഉപയോഗിച്ചിട്ടില്ല. അല്ലാഹു ഒരുപാട് സൃഷ്ടിജാലങ്ങളെ സത്യം ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. വശംസി വദുഹാഹാ വൽഖമരി ഇദാ തലാഹാ വന്നഹാരി ഇദാ ജല്ലാഹാ. എത്ര സത്യങ്ങളുണ്ട്. പക്ഷേ മനുഷ്യരിൽ അല്ലാഹു സത്യം ചെയ്ത് പറഞ്ഞത് ഒരേ ഒരു നേതാവിനെയാണ്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം മാത്രമാണ് സത്യം ചെയ്ത് പറഞ്ഞത്. ലഅംറുക, അങ്ങയുടെ ആയുഷ്കാലമാണ് നബിയേ സത്യം. ആയുഷ്കാലം എന്ന് പറഞ്ഞാൽ 40-ന് ശേഷമല്ല, 63 വയസ്സ് മൊത്തവും സത്യത്തിൽ അല്ലാഹു ഉപയോഗിച്ചു.
ഒരു മനുഷ്യന്റെ ജീവിതം കൊണ്ട് മാത്രമേ അള്ളാഹു സത്യം ചെയ്തിട്ടുള്ളൂ. എന്താണ് മനസ്സിലാക്കി തരുന്നത്? അതൊരു സാധാരണ ജീവിതമല്ല. നമ്മുടെ ജീവിതമൊക്കെ സത്യം ചെയ്തുകൊണ്ടുണ്ട്. നമുക്ക് നമ്മുടെ വാപ്പാനെ പറ്റില്ല സത്യം. എന്റെ വാപ്പ സത്യം പറയാൻ പറ്റും, എന്റെ ഉസ്താദ സത്യം പറയാൻ പറ്റും. നമുക്ക് പറ്റൂല. വ്യക്തിയെ തൊട്ട് സത്യം ചെയ്യാൻ നമുക്ക് പറ്റൂല. പക്ഷെ അള്ളാഹു സത്യം ചെയ്ത ഒരു വ്യക്തി മനുഷ്യരിൽ ഒരേ ഒരാളുള്ളൂ. സൂറത്തുൽ ഹിജ്റിലെ ആയത്താ ഞാൻ ഓതിയത്. ലഅംറുക ഇന്നഹും ലഫീ സക്റതിഹിം യഅമഹൂൻ. അങ്ങയുടെ ആയുഷ്കാലം തന്നെയാണ് സത്യം. ഇന്നഹും ലഫീ സക്റതിഹിം യഅമഹൂൻ. ആ മുശ്രിക്കുകൾ അവരുടെ അന്ധവിശ്വാസത്തിൽ അഭിരമിക്കുകയാണ് നബിയേ. സത്യം അറിയാത്തത് കൊണ്ടല്ല, മാത്സര്യ ബുദ്ധി കൊണ്ട് വീണ്ടും അവർ അതിൽ തന്നെ മുന്നോട്ടങ്ങനെ ഗമിക്കുകയാണ്. സത്യമൊക്കെ അവർക്കറിയാം, ആരാധന ശരിയല്ലെന്നറിയാം. പക്ഷേ അതൊരു മസ്തായി അവരെ ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ശിർക്കും കൊണ്ട് അവർ നടക്കുന്നത്. അങ്ങയുടെ ആയുസാണ് സത്യം. 1000 കൊല്ലം ജീവിച്ച ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സത്യത്തിന് ഉപയോഗിച്ചില്ല. 1000-ലധികം വർഷം ജീവിച്ച നൂഹ് നബി അലൈഹിസ്സലാമിനെ സത്യത്തിന് ഉപയോഗിച്ചില്ല. അല്ലാഹുവിന്റെ ഖലീലായ ഇബ്രാഹിം അലൈഹിസ്സലാം 200 വർഷം ജീവിച്ച മഹാനല്ലേ, അവരെ സത്യത്തിന് അല്ലാഹു ഉപയോഗിച്ചില്ല. അല്ലാഹു ആകെ സത്യത്തിന് ഉപയോഗിച്ചത് 63 വർഷക്കാലം ജീവിച്ച ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതമാണ്. ആ ജീവിതം അസാധാരണത്തെ ജീവിതമാണെന്നതിന് ഏറ്റവും വലിയ തെളിവ് അല്ലാഹുവിന്റെ ഈ സത്യസാക്ഷ്യം തന്നെയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ റിസാലത്ത് മാത്രമല്ലേ അല്ലാഹു സത്യം ചെയ്ത് പറഞ്ഞത്. ഒരൊറ്റ നബിയുടെ റിസാലത്തും അല്ലാഹു സത്യം ചെയ്ത് പറഞ്ഞിട്ടില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ റിസാലത്തോ അല്ലാഹു സത്യം ചെയ്ത് പറഞ്ഞു. യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ. ഹകീമായ ഖുർആനെ തന്നെയാണ് സത്യം. അവിടുന്ന് മുർസലീങ്ങളിൽപ്പെട്ട ആള് തന്നെയാണ്. യാതൊരു ആശങ്കക്കും വകുപ്പില്ല. ഒരാളും ലോകത്ത് സംശയിക്കരുത്. കഴിഞ്ഞ കാലത്ത് ജീവിച്ചവരും സംശയിക്കരുത്, ഇനി വരാനിരിക്കുന്നവരും സംശയിക്കരുത്. ഇന്നക ലമിനൽ മുർസലീൻ. ഒരു വേദഗ്രന്ഥം സത്യം ചെയ്തുകൊണ്ട്, അതും വിശുദ്ധ ഖുർആൻ സത്യം ചെയ്തുകൊണ്ട് ഒരു നബിയുടെ റിസാലത്ത് അല്ലാഹു സാക്ഷ്യപ്പെടുത്തിയത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റിസാലത്താണ്. രണ്ടും ചേർത്ത് വെച്ചുകൊണ്ട് ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞത് പറയട്ടെ. അതുകൊണ്ട് അവിടുത്തെ ജീവിതം ഒരു സാധാരണ ജീവിതമല്ല. അവിടുത്തെ റിസാലത്ത് മറ്റു നബിമാരുടെ റിസാലത്ത് പോലെയല്ല. അതിൽ നിന്ന് വേറിട്ട ബഹുമാനങ്ങളും സ്ഥാനമാനങ്ങളും അല്ലാഹുവിന്റെ റസൂലിന്റെ റിസാലത്തിനുണ്ട്. മറ്റുള്ളവരുടെ റിസാലത്ത് പോലെയല്ല തങ്ങളുടെ റിസാലത്ത് മാറ്റമുണ്ട്. ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി നമ്മൾ വിശാലമായി പഠിക്കേണ്ട പാഠങ്ങളാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആ മുത്തുനബി തങ്ങളെ ധാരാളം പഠിക്കണം. അപ്പോഴേ നമുക്ക് ഹുബ്ബ് വർദ്ധിച്ചു കിട്ടുകയുള്ളൂ. മനസ്സ് മറന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കണം. ശരീരം മറന്ന് അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഏറ്റവും വലിയ സ്നേഹം ശരീരം മറന്ന സ്നേഹമാണ്. ഭൗതിക ലോകത്തിന്റെ ചാബല്യങ്ങൾക്ക് ഇരയാകുന്ന സ്നേഹം അതൊരു ചെറിയ സ്നേഹമാണ്, നൈമിഷിക സ്നേഹമാണ്. ഭൗതിക ലോകത്തിന്റെ ചാബല്യങ്ങൾക്ക് നമ്മുടെ സ്നേഹത്തെ നമ്മൾ ബലികഴിക്കരുത്. ഭൗതിക ലോകത്തിന്റെ ആസ്വാദനങ്ങൾ മുന്നിൽ കാണുമ്പോൾ സ്നേഹം പുറകോട്ട് പോകരുത്. بنيل الشفاعة طه كفل عند الإله منعما تنعيما صلوا عليه وسلموا تسليما. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്ത് വക്കലും അവിടുത്തെ മദദ് പറയലും ഏറ്റവും നല്ല അമലാണ്. വഅസല്ലിലാഹു ബിഹി യുബല്ലിഗുൽ അമൽ. എന്ത് ആഗ്രഹങ്ങളുണ്ടോ ഈ മഹബ്ബത്ത് കൊണ്ട് അല്ലാഹു സാധിപ്പിച്ചു തരും. ഈ മദദ് കൊണ്ട് അല്ലാഹു സാധിപ്പിച്ചു തരും. അല്ലാഹു തൗഫീഖ് തരട്ടെ. മദദ് കൊണ്ടല്ലേ ഇമാം ബുസൂരി തങ്ങൾക്ക് ആഗ്രഹം സാധിപ്പിച്ചു കൊടുത്തത്. മദദ് കൊണ്ടല്ലേ ഇമാം റിഫായി തങ്ങൾക്ക് ആഗ്രഹം സാധിപ്പിച്ചു കൊടുത്തത്. മദദ് കൊണ്ടല്ലേ ബഹുമാനപ്പെട്ട ഉമറുൽ ഖാദി തങ്ങൾക്ക് ആഗ്രഹം സാധിപ്പിച്ചു കൊടുത്തത്.
സ്വലാത്തുകൾ ധാരാളം ചൊല്ലിയിട്ടല്ലേ ഇമാം ഹാക്കിം തങ്ങളെ രോഗം മാറിയത്. മുഖഭാഗത്ത് മുഴുവനും രോഗം വന്ന് മുഖത്തിന്റെ ഓരോ ഭാഗത്തെ തൊലിയും പുറത്തേക്ക് ഇങ്ങനെ അടർന്നു തിരിക്കുന്ന രൂപത്തിൽ ചെലവും രക്തവും ഒക്കെ ഒഴുകുന്ന വലിയ ഹദീസ് പണ്ഡിതനായ ഇമാം അബൂ അബ്ദില്ലാ അൽ ഹാക്കിം റളിയല്ലാഹു അൻഹു രോഗബാധിതനായി വീട്ടിലിരിക്കുന്നു. പള്ളിയിലേക്ക് വരാൻ മുഖത്തല്ലേ ജനങ്ങൾ നോക്കിയിട്ട് ചോദിക്കൂലെ എന്താണ് രോഗമെന്ന്. രക്തം വരുന്നു, ചലം വരുന്നു, വല്ലാതെ വിഷമം അനുഭവിക്കുന്നു. ദർസ് മഹാനവർക്ക് മുടങ്ങിപ്പോയി. ജനങ്ങൾ കാണുന്ന മുഖം മറച്ചാലും പ്രശ്നമാണ്, മറച്ചില്ലെങ്കിലും പ്രശ്നമാണ്. വീട്ടിലവിടെ ഇരിപ്പായി. നാട്ടിലുള്ള ആളുകൾ മൊത്തം ഒരുമിച്ച് കൂട്ടിയിട്ട് പള്ളിയിലെ ഇമാം വെള്ളിയാഴ്ച ഖുതുബക്ക് ശേഷം പറഞ്ഞു, അടുത്ത വെള്ളിയാഴ്ച ആകുമ്പോഴേക്ക് തീരുമാനം കിട്ടണം, ഈ നാട്ടിലെ എല്ലാ ആളുകളും ആണും പെണ്ണും സ്വലാത്ത് ചൊല്ലണം. പരിഹാരം അതാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് ചൊല്ലണം, സ്വലാത്ത് ചൊല്ലണം, ധാരാളം സ്വലാത്ത് എല്ലാവരും ചൊല്ലണം, പരിഹാരം കിട്ടും. വീട്ടിലുള്ള പെണ്ണുങ്ങളോടൊക്കെ ചൊല്ലാൻ പറഞ്ഞു, ആണുങ്ങളോടും ചൊല്ലാൻ പറഞ്ഞു, പരിഹാരം കിട്ടണം, നമുക്ക് സ്വലാത്ത് ചൊല്ലണം. വെറുതെ പറഞ്ഞല്ലോ വർക്കാവി തങ്ങൾ നമുക്ക് അനുഭവമാകണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആ സ്വലാത്തിന്റെയും മദ്ഹിന്റെയും പാരമ്യതയാണ് അവിടുത്തെയോടുള്ള ദർശനം. അല്ലാഹു സാധ്യമാക്കി തരട്ടെ. അതിനൊരുപാട് മറകളുണ്ട്, വിശദീകരിക്കാൻ സമയമില്ല. ആ മറകളൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് നീങ്ങണം, നമ്മുടെ സ്വഭാവങ്ങളിൽ നിന്ന് നീങ്ങണം, നമ്മുടെ സംസ്കാരങ്ങളിൽ നിന്ന് നീങ്ങണം, നമ്മുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് നീങ്ങണം, നമ്മുടെ രഹസ്യങ്ങളിൽ നിന്ന് നീങ്ങണം, നമ്മുടെ ഇടപാടുകളിൽ നിന്ന് നീങ്ങണം. തങ്ങൾ നമ്മളോട് ടച്ച് ചെയ്യാൻ പറ്റാത്ത ഹിജാബുകൾ, മറകൾ നമ്മുടെ സ്വഭാവങ്ങളിൽ പറ്റില്ല, നമ്മുടെ സംസ്കാരങ്ങളിൽ പറ്റില്ല, നമ്മുടെ ഇടപഴകളിൽ പറ്റില്ല. അതൊക്കെ നീങ്ങിയിട്ട് ഒരു ത്വഹാറത്ത് നമുക്ക് കൈവരണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആ വിശുദ്ധിയുള്ള സ്വഭാവം കൊണ്ട്, മനസ്സുകൊണ്ട്, ശരീരം കൊണ്ട് അവിടുത്തെ ഒറ്റ പ്രാവശ്യം ദർശിക്കാൻ കഴിഞ്ഞാൽ മൻ റആനി ഫിൽ മനാമി ഫസയറാനി ഫിൽ യഖ്ളാ, സ്വപ്നത്തിൽ എന്നെ ഒരു പ്രാവശ്യം ദർശിക്കുന്നവൻ ഉണർവിൽ എന്നെ കാണുമെന്നത് തീർച്ചയാണെന്ന് ഹബീബ് റസൂലുള്ളാഹി. അത് വലിയൊരു ഭാഗ്യമല്ലേ സഹോദരങ്ങളെ? നമുക്ക് കാണാൻ ആഗ്രഹിക്കുന്ന, എന്നും ആഗ്രഹമുള്ള ഒരു നേതാവല്ലേ? ആ തങ്ങളെ കാണാതെ പിന്നെ നമ്മുടെ ജീവിതം എന്തിനാണ്? നമ്മുടെ സമയങ്ങൾ എന്തിനാണ്? നമ്മുടെ ഇടപാടുകൾ എന്തിനാണ്? അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. ഹാക്കിമാം റളിയല്ലാഹുവിന്റെ രോഗം മാറാൻ വേണ്ടി നാട്ടുകാർ മൊത്തം സ്വലാത്ത് ചൊല്ലി തുടങ്ങി. എല്ലാവരും സ്വലാത്ത് ചൊല്ലി 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 ഇന്നത്തെ വെള്ളിയാഴ്ച സുബഹിന്റെ ശേഷം ആ നാട്ടിലെ ഒരു സഹോദരി വന്ന് പള്ളിയിലെ ഇമാമിനോട് പറയുന്നു, ഉസ്താദേ, ഒരുപാട് സ്വലാത്ത് ചൊല്ലിയവരിൽ ഞാനും ഉണ്ട്. ഇമാം ഹാക്കിം തങ്ങളെ രോഗം മാറണം. എന്റെ മകനെ ഇന്ന് പഠിപ്പിച്ചതും ആ ഹക്കീമാവാണ്. അവിടുത്തെ കിതാബ് ഇന്നും ഉസ്താദുമാര് റഫർ ചെയ്യുന്ന അൽ മുസ്തദറക് ബൈന സ്വഹീഹൈൻ വലിയൊരു ഹദീസ് ഗ്രന്ഥമാണ്. ഇന്നും അത് നിലവിലുണ്ട്. ഉസ്താദുമാരും മറ്റുമൊക്കെ മറിച്ചു നോക്കുന്ന വലിയൊരു കിതാബാണ്. വലിയ ഹദീസ് പണ്ഡിതൻ രോഗിയായി വീട്ടിരിക്കുന്ന വലിയ നട്ടമല്ലയോ? സമൂഹത്തിന് മൊത്തം ബാധിക്കുന്ന ഒരു വിപത്തല്ലയോ? ഉമ്മ പറയുന്നു, സ്വലാത്ത് ചൊല്ലി 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 ഇന്നലെ രാത്രി ഞാൻ കണ്ടു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു. അല്ലാഹുവിന്റെ റസൂൽ എന്നോടൊരു നിർദ്ദേശം പറഞ്ഞിട്ടുണ്ട്. ഇമാം ഹാക്കിം തങ്ങളോട് യുവസ്സിഉൽ മാഅ ലിന്നാസ്, ജനങ്ങൾക്ക് എല്ലാവർക്കും വെള്ളം കൊടുക്കാൻ വേണ്ടി പറയണം. രോഗം പെട്ടെന്ന് മാറുമെന്ന നിർദ്ദേശം കിട്ടിയിട്ടുണ്ട്. ജുമുഅ നിസ്കാരത്തിന്റെ മുമ്പ് തന്നെ പള്ളിയിലെ ഇമാം ഹാക്കിമാം തങ്ങളടുത്തേക്ക് പോകുന്നു. പോയിട്ട് സുബ്ഹാനല്ലാഹ്, ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹുവിനോട് വെള്ളം കൊടുക്കാൻ വേണ്ടി പറയണം. പള്ളിയിലെ ഉസ്താദ് പോയിട്ട് ഇമാം ഹാക്കിം തങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട സന്തോഷ വാർത്ത പറഞ്ഞു. ഈ നാട്ടിലൊരു ഉമ്മ കണ്ടിട്ടുണ്ട്, നിങ്ങളോടൊരു നിർദ്ദേശമുണ്ട്, എല്ലാ ജനങ്ങൾക്കും വെള്ളം കൊടുക്കാൻ. വീട്ടിന്റെ നേരെ മുറ്റത്ത് തന്നെ ജനങ്ങൾക്ക് വെള്ളത്തിന് സൗകര്യമുള്ള ഒരു സംവിധാനം ഒരുക്കി. പോകുന്ന ആളുകൾക്കൊക്കെ അതിൽ നിന്ന് വെള്ളം മുക്കിക്കൊടുത്തു. പെട്ടെന്ന് തന്നെ മഹാനവരുടെ രോഗം മാറി. ദർസിനും കാര്യങ്ങൾക്കൊക്കെ മഹാനവർ പുറത്തിറങ്ങി.
തൊട്ട് പിറ്റത്തെ വെള്ളിയാഴ്ച ജുമാക്കും വന്നു. വലിയ ശമനമാണ് കിട്ടിയത്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് അധികരിപ്പിച്ചപ്പോൾ അല്ലാഹു തആല അതിലൂടെ കൊടുത്തൊരു പരിഹാരം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തൊരു നിർദ്ദേശം. അത് ചെറിയൊരു സംഗതിയല്ല. മദ്ഹ് കൊണ്ട് വലിയ സംഗതി, വലിയ ലാഭം ദുനിയാവിൽ നമ്മുടെ ജീവിതം നന്നായി കിട്ടാൻ, നേർവഴിയിലായി ആ ജീവിതം മുന്നോട്ട് ചലിപ്പിക്കാൻ സ്വലാത്ത് നമ്മെ സഹായിക്കും. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. മഹബ്ബത്തിന്റെ ഒരു ഭാഗമാണത്. സ്വന്തത്തെ മറന്ന് തങ്ങളെ സ്നേഹിക്കുക, സ്വന്തം ഇച്ഛകളെ മാറ്റിവെച്ച് തങ്ങളുടെ ഇച്ഛകൾക്ക് സ്വീകാര്യത നൽകുക, അവിടുത്തെ ആഗ്രഹങ്ങൾക്ക് താല്പര്യം കൊടുക്കുക, സുന്നത്തുകൾക്ക് വലിയ പ്രാധാന്യം കൽപ്പിക്കുക. അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. ജീവിതത്തിന്റെ നിഖില മേഖലകളിലും അവിടുത്തെ സുന്നത്തുകളെ സ്നേഹിക്കുക, അത് നമ്മുടെ ജീവിതത്തിന്റെ കൂടപ്പുറപ്പാക്കി മാറ്റുക. ഒരു വിഷയത്തിലും രണ്ട് വിഷയത്തിലും മാത്രമല്ല, 24 മണിക്കൂറിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാറുണ്ടോ എല്ലാ കാര്യങ്ങളിലും അങ്ങനെ ഒരു ശീലമാക്കി എടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നന്നായി മഹബ്ബത്ത് വെക്കുന്നവരിൽ അല്ലാഹു നമ്മളെ ചേർത്തി തരുമാറാകട്ടെ. ആ മഹബ്ബത്തിനാണ് വലിയ സ്ഥാനമുള്ളത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഏറ്റവും വലിയ ശറഫും ബഹുമാനവും അല്ലാഹു തആല നൽകിയതും ആ ഒരു മഹബ്ബത്തിന്റെ അടിസ്ഥാനത്തിലാണ്. തുല്യതയില്ലാത്ത സ്നേഹമല്ലേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സ്നേഹം. നിങ്ങൾ നോക്കും, മക്കയുടെ പരിസരത്ത്, മത്താഫിന്റെ പരിസരത്ത് വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ശേഷം രണ്ടാമതായി വിശുദ്ധ ഇസ്ലാമിന്റെ ദീനീ ദഅവത്ത് പ്രഭാഷണം നടത്തിയ മഹാനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആദ്യം അവിടെ സംസാരിച്ചത് അവ്വലു ഖതീബ്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. തങ്ങളുള്ള ഒരു സദസ്സിൽ വെച്ച് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രസംഗിച്ചു. ആ പ്രസംഗത്തിന്റെ ഇടയ്ക്ക് വെച്ച് 1, 2, 3 ആളുകൾ ആ സദസ്സിലേക്ക് ചാടി വീണു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിടിച്ച് നിലത്തേക്ക് വലിച്ചിട്ടു. വേറെ കുറെ ആളുകൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ മർദ്ദിച്ചു. ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും വേദനിപ്പിച്ചു. മൂക്കിൽ നിന്നും നെറ്റിയിൽ നിന്നും രക്തം ഒലിച്ചു വന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അബോധാവസ്ഥയിലായി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബക്കാർ മൊത്തം ചാടി വന്നിട്ട് ഈ വിഷയത്തിന് നേതൃത്വം നൽകിയ ആളുകളോട് പറഞ്ഞു, സിദ്ദീഖ് എങ്ങാനും മരണപ്പെട്ടു പോയാൽ, ഈ വിഷയത്തിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വല്ലതും സംഭവിച്ചു പോയാൽ നിങ്ങളെ കുടുംബക്കാരിൽ ഒരൊറ്റെണ്ണത്തിനെയും ഞങ്ങൾ ബാക്കി വെക്കുകയില്ല. ബനൂ തമീം ഗോത്രക്കാർ അവരെ ഭീഷണിപ്പെടുത്തി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് താങ്ങി പിടിച്ചു കൊണ്ടുപോയി. മഹാനവറുകളുടെ അവസ്ഥയെ പറ്റി ഒന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, ഇപ്പൊ എന്താണ് അവസ്ഥ, ഇപ്പോ എന്താണ് അവസ്ഥ? 2-ാം ദിവസം കഴിഞ്ഞു 3-ാം ദിവസമായപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അബോധാവസ്ഥയിൽ നിന്ന് മുക്തനായി കണ്ണു തുറന്നു. സംസാരം തുടങ്ങുമ്പോഴേക്ക് ആദ്യം നാവിലൂടെ വന്ന വചനം മാ ഹാലു റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തളർന്നു കിടക്കുന്ന ശരീരത്തിന് വെള്ളം കൊടുക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ഉമ്മയോട് ചോദിക്കുന്നു, അല്ലാഹുവിന്റെ റസൂലിന്റെ അവസ്ഥ എന്താണ്? തങ്ങൾക്ക് എന്താണ് പറ്റിയത്? എന്റെ തൊട്ടടുത്തായിരുന്നല്ലോ തങ്ങളിരുന്നത്. എന്നെ ഇവരെ അടിച്ചിട്ട് എനിക്ക് അബോധാവസ്ഥയിലായിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നില്ലേ? നിങ്ങളെല്ലാവരും എന്നെ കൊണ്ടുവന്ന് കടത്തിയില്ലേ? അല്ലാഹുവിന്റെ റസൂലിന് എന്ത് പറ്റി? പറയുന്നു, മോനെ വെള്ളം കുടിക്ക്. അല്ല, എനിക്ക് ആ വിഷയം ഒന്നറിയണം. അല്ലാഹുവിന്റെ റസൂലിന് എന്താ പറ്റിയത് എനിക്കറിയണം. എന്റെ ശരീരത്തിന്റെ ക്ഷീണം എനിക്കൊരു പ്രശ്നമല്ല. രക്തം പൊട്ടിയതും ഞാൻ ഇങ്ങനെ ദാഹിച്ചതും വിഷമിച്ചതും അബോധാവസ്ഥയിലായതും എനിക്ക് പ്രശ്നമല്ല. അല്ലാഹുവിന്റെ റസൂലിനൊന്നും സംഭവിച്ചുകൂടാ. എന്റെ ശരീരമല്ല, എനിക്ക് നിലയും വിലയും അല്ലാഹുവിന്റെ റസൂലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടുവരുന്ന ഒരു സഹാബിയത്തായ വനിത സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടുത്ത് വന്നിട്ട് പറഞ്ഞു, സിദ്ദീഖേ, നിങ്ങൾ പേടിക്കേണ്ടതില്ല. അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷത്തിലാണ്. തങ്ങൾക്കൊന്നും തന്നെ പറ്റിയിട്ടില്ല. സിദ്ദീഖ് തങ്ങൾ പറയുന്നു, ഇനി നിങ്ങൾക്കൊന്ന് വെള്ളം കുടിച്ചുകൂടെ എന്ന് ഉമ്മ ചോദിച്ചപ്പോ, വെള്ളം കുടിക്കാനായിട്ടില്ല, നിങ്ങൾ രണ്ടുപേരും എന്നെ ഒന്ന് പൊക്കണം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവരെ ചുമലിൽ കൈവച്ച് നടക്കാൻ കഴിയുന്നില്ല. പതുക്കെ പതുക്കെ വേച്ച് ചെന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനെ എനിക്കൊന്ന് കാണണം. തങ്ങളെ മുഖത്തേക്കൊന്ന് നോക്കിയിട്ട് ചോദിക്കുന്നു, അല്ലാഹുവിന്റെ റസൂലേ, തങ്ങൾക്ക് വല്ലതും പറ്റിയോ? എന്നവരെ അടിച്ചു വീഴ്ത്തി. എന്റെ മൂക്കിൽ നിന്ന് നെറ്റിയിൽ നിന്നൊക്കെ രക്തം പൊടിഞ്ഞു.
പക്ഷേ എനിക്കതിനേക്കാളും പേടി വന്നത് എനിക്കെന്ത് സംഭവിച്ചാലും എനിക്കതൊരു പ്രശ്നമല്ല. എന്റെ ശരീരത്തെക്കാളും ഞാൻ ബഹുമാനം കാണുന്നത്, എന്റെ ശരീരത്തെക്കാളും ഞാൻ മഹത്വം കൽപ്പിക്കുന്നത് അങ്ങയുടെ ശരീരത്തെയാണ്. അങ്ങക്ക് വല്ലതും പറ്റിയോ? എനിക്കൊന്നും പറ്റിയിട്ടില്ല സിദ്ദീഖ്, ഞാൻ സന്തോഷത്തിലാണ്. സിദ്ദീഖ് റളിയല്ലാഹു അല്ലാഹുവിനെ സ്തുതിക്കുന്നു, അൽഹംദുലില്ലാഹ്. പറയുന്നു, ഇതെന്റെ ഉമ്മയാണ് നബിയെ, ഉമ്മക്ക് വേണ്ടി തങ്ങളൊന്ന് ദുആ ചെയ്യണേ. ഉമ്മാന്റെ ഹിദായത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു. ഉമ്മ ശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിന്നീടാണ് ഒരു മുറുക്ക് വെള്ളം കുടിക്കുന്നത്. അബോധാവസ്ഥയിൽ രക്തം ഒരുപാട് ഒലിച്ചു പോയാൽ എത്ര ദാഹമുണ്ടാകും, എത്ര വിഷമമുണ്ടാകും, എത്ര ക്ഷീണമുണ്ടാകും. പക്ഷേ ആ ക്ഷീണവും വിഷമവും ദാഹവും ഒക്കെ അപ്രത്യക്ഷമാകുന്ന ഒരവസ്ഥയിലുള്ള മഹബ്ബത്ത്, അതാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വന്തം ശരീരത്തെ മറന്ന് മുന്നോട്ട് വെച്ച മഹബ്ബത്ത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ശരീരത്തിന്റെ ഇംഗിതത്തിന് വഴിപ്പെട്ടുകൊണ്ട് വിശുദ്ധ ഇസ്ലാമിന്റെ ദർശനങ്ങളെ തിരുത്താതെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്ന മാതൃകകൾ കളയാതെ, അവിടുത്തെ മാതൃകകൾ സ്വീകരിച്ചുകൊണ്ട് അത് നെഞ്ചിലേറ്റിക്കൊണ്ട് നല്ല വിധം മുന്നോട്ട് തന്നെ ജീവിക്കണം. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ ഈ മജ്ലിസ് അല്ലാഹു ഖബൂലാക്കി തരട്ടെ.